നമസ്തേ, വെൽക്കം ടു പ്രാണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ്. ഒരു 3 സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 3 പോസ്റ്റേഴ്സ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാർജാരാസനാണ്, കാറ്റ് സ്ട്രെച്ച്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ കാൽമുട്ട് രണ്ടും നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്തിൽ വെക്കാൻ ശ്രമിക്കുക. ദെൻ അതിനുശേഷം കൈമുട്ട് രണ്ടും കാൽമുട്ടിനോട് ചേർത്ത് വയ്ക്കുക. നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൽ തന്നെ കൈയും വയ്ക്കാൻ ശ്രമിക്കുക. ദെൻ പതുക്കെ സാവധാനം കൈയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഒരു 1 palm ഡിസ്റ്റൻസും കൂടെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റ് ഈക്വലായിട്ട് കാലിലേക്കും കൈയിലേക്കും കൊടുക്കുക. ദെൻ സിമ്പിളായിട്ട് നമ്മുടെ നട്ടലിലേക്ക് ഫോക്കസ് കൊടുക്കുക. നട്ടലിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് സാവധാനം ശ്വാസം എടുക്കുന്ന സമയത്ത് പതുക്കെ നമ്മുടെ ചിൻ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെയിൽ ബോൺ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പൈൻ എത്രത്തോളം താഴേക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യുക. ശ്വാസം വിടുന്ന സമയത്ത് നമ്മുടെ നട്ടൽ, നമ്മുടെ സ്പൈൻ മാക്സിമം റൂഫിന് നേരെ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ വേണമെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചിൻ മാക്സിമം ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ചിൻ മാക്സിമം ലിഫ്റ്റ് ചെയ്യുക, സ്പൈൻ ഡൗൺ ചെയ്യുക. എക്സേൽ, സ്പൈൻ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം പോസ്റ്റർ ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദ നെക്സ്റ്റ് പോസ്, സെക്കൻഡ് പോസ്, 2 കാൽമുട്ടും ബെൻഡ് ചെയ്യുക. കാൽപാദം ഫ്ലോറിൽ വയ്ക്കുക. കാൽ അടുപ്പിച്ച് വെക്കണമെങ്കിൽ അടുപ്പിച്ച് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ വിഡ്ത്തിലേക്ക് വെക്കാം. ദെൻ കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മുടെ തലയുടെ അടിയിലായിട്ട് വെക്കുക. ഇനിയിപ്പോൾ അഥവാ ഷോൾഡർ കുറച്ച് സ്റ്റിഫായവരാണെങ്കിൽ കൈ രണ്ടും വൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ വൈഡ് ചെയ്ത് വെച്ചോളൂ. ദെൻ പതുക്കെ ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് സാവധാനം 2 കാൽമുട്ടുകളും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. എത്രത്തോളം ഫ്ലോറിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും താഴ്ത്താൻ ശ്രമിക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഹെഡ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ശ്വാസം എടുക്കുന്ന സമയത്ത് വീണ്ടും ലിഫ്റ്റ് ചെയ്യുക, സെൻറ്ററിലേക്ക് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ഒരു സ്ട്രെയിനും ഇല്ലാത്ത തരത്തിൽ. വീണ്ടും ശ്വാസം എടുക്കുക, സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്. വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. സാവധാനം സെൻറ്ററിലേക്ക് വരിക. ഇതും അതെ ഒരു 5 തവണ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫൈനൽ പോസ്, 2 കാലും മടക്കുക. ദെൻ സാവധാനം നമ്മുടെ ഫൂട്ട് രണ്ടും ഫ്ലോറിന് ലിഫ്റ്റ് ചെയ്യുക. കൈ രണ്ടും ഫ്ലോറിൽ കംഫർട്ടബിളായിട്ട് വെക്കുക. ദെൻ സാവധാനം നമ്മുടെ ലോവർ ബാക്കിലേക്ക് ശ്രദ്ധ കൊടുക്കുക. സാവധാനം നമ്മുടെ ലോവർ ബോഡി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിൻ ഇല്ലാത്ത തരത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ബാക്ക് വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്ലോക്ക് വൈസ് റൊട്ടേഷനും അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനും ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്ട്രെയിൻ കൊടുക്കരുത് ബാക്കിന്. നമ്മുടെ അബ്ഡമിനൽ മസിൽസ് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതും അതെ 5 തവണ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. അതിനുശേഷം സാവധാനം കാല് രണ്ടും സ്ട്രെച്ച് ചെയ്യുക. then അല്പനേരം ശവാസനയിൽ റിലാക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സിമ്പിളായിട്ടുള്ള പോസ്റ്റേഴ്സ്. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു വർക്കിന് മുമ്പോ അല്ലെങ്കിൽ വർക്കിന് ശേഷമോ നോർമലി ഡെസ്ക് ജോബൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റിഫ്നെസ്സും ടൈറ്റ്നെസ്സും ഒക്കെ ബാക്കിൽ ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്കും ഈ പോസ്റ്റേഴ്സ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പം എന്നും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് പെയിൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി വീഡിയോസിനായിട്ട്, യോഗ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.